إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുചര്യയിൽ നിന്നും യഥാവിധി മനസ്സിലാക്കുകയും അത് പാലിക്കുന്ന വിഷയത്തിൽ തഖ്വ മുറുകെ പിടിക്കുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു തരികയും ശേഷിക്കുന്ന കാലം അള്ളാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞുപോയ സമുദായങ്ങളെ സംബന്ധിച്ച്, ജനതകളെ സംബന്ധിച്ച് പലയിടത്തായി പല കഥകളിലായി നമ്മെ ഉണർത്തുന്നുണ്ട്. ഭൂമിയിൽ അഹങ്കരിച്ചു ജീവിച്ച രാജാക്കന്മാരുടെ കഥകൾ ആ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യേണ്ടതിന് പകരം മതിച്ചു കഴിഞ്ഞുകൂടിയ സമൂഹങ്ങളുടെ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലും അത്തരത്തിലുള്ള പല പ്രതിപാദനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ ഫറോവയുണ്ട്, നമ്രൂദുണ്ട്, അബർഹത്തുണ്ട്, അങ്ങനെ വിവിധ നാട്ടുപ്രമാണിമാരൊക്കെ അതിൽ പറയപ്പെടുന്നുണ്ട്. ഇതിൽ ചിലരൊക്കെ വലിയ രാഷ്ട്രങ്ങളുടെ അധിപന്മാരായിരുന്നു, നമ്രൂദിനെയൊക്കെ പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസിൽ കാണാം, മലിക്കുദ്ദുനിയ അർബഅ, 4 പേരാണ് ഭൂമിയിൽ രാജാക്കന്മാരെന്ന് പറയാൻ പറ്റിയ ആളുകൾ.
വലിയ ഭൂപ്രദേശം അടക്കി വാണ ആളുകളെ സംബന്ധിച്ചിട്ടാണ്. മുഅ്മിനാനി വ കാഫിറാൻ, 2 മുഅ്മിനുകളും 2 കാഫിറുകളുമാണ് അതിലുള്ളത്. അമൽ മുഅ്മിനാൻ സുലൈമാൻ വദുൽ ഖർനൈൻ, മുഅ്മിനുകളായ 2 രാജാക്കന്മാർ, ഒന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്, മറ്റൊന്ന് ദുൽഖർനൈനാണ്. വൽ കാഫിറാനി അൻ-നംറൂദ് വ ബുഖ്ത് നസർ, കാഫിറുകളായ 2 രാജാക്കന്മാരിൽ ഒന്ന് നമ്രൂദും ബുഖ്ത് നസറും ആണ്. ലോകത്ത് വന്നുപോയ 2 രാജാക്കന്മാരെ കുറിച്ചിട്ടാണ്. ആ രാജാക്കന്മാരുടെ കഥ പറയുക എന്നുള്ളതല്ല ഉദ്ദേശം. ലോകത്തിന്റെ ഏറിയ കൂറും സിംഹഭാഗവും അടക്കി ഭരിക്കാൻ ഭാഗ്യം ലഭിച്ച 4 വലിയ രാജാക്കന്മാരുടെ കഥ റസൂല് പറഞ്ഞിട്ട് ഇവരൊക്കെ പോയല്ലോ, ലോകത്ത് ഇവരൊന്നും ഇല്ല. ഇനി വസയംലികുഹാ ഖാമിസ് മിൻ അഹ്ലി ബൈത്തി, ഇനി 5-ാമത്തെ വട്ടം ഈ ലോകം എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ ഈ പ്രപഞ്ചം മൊത്തം വീണ്ടും ഒന്നുകൂടി ഭരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനാണ്. ഇതിൽ ഒന്നാമനായ നമ്രൂദിന്റെ കഥ ഖുർആൻ കുറച്ച് വിശദീകരിക്കുന്നുണ്ട്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് ഖാല അന ഉഹ്യീ വഉമീത്. അയാൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തർക്കിച്ചു എന്നാണ്. അലം തറ, നബിയെ കാണുന്നില്ലേ, ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി, തന്റെ നാഥന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വിഷയത്തിൽ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അള്ളാഹ് എന്ന വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തർക്കിച്ചവനെ അങ്ങ് കാണുന്നില്ലേ? അന്നാഹുല്ലാഹുൽ മുൽക്ക്, അയാൾക്ക് അധികാരം കൊടുത്തത് അള്ളയാണ്. ലോകത്തെ ഏത് കാഫിർ അധികാരിക്കും അധികാരം കൊടുക്കുന്ന അള്ളാഹാണ്. അള്ളാഹു അറിയാതെയൊന്നുമില്ല ആർക്കും അധികാരം കിട്ടുന്നത്. ഏത് അവൻ അധികാരം കിട്ടിയാലും അള്ളാഹ് അറിഞ്ഞിട്ടാണ്. ചിലപ്പോ നമുക്കൊക്കെ ഇങ്ങനെ തോന്നും ഇതൊക്കെ വേറെ വഴി കിട്ടിയാണെന്ന്. അള്ളാഹ് കൊടുക്കുന്നതാണ്. അന്നാഹുല്ലാഹുൽ മുൽക്ക്, അവൻ അള്ളാഹ് അധികാരം കൊടുത്തതാണ്. ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അയാളോട് പറഞ്ഞത് എന്റെ നാഥൻ അള്ളാഹു അല്ലദീ യുഹ്യീ വയുമീത്, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവുള്ളവനാണ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്റെ നാഥൻ എന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്താ പറഞ്ഞത്? അന ഉഹ്യീ വഉമീത്, ആ പണി ഞാനും ചെയ്യും, എനിക്കും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും. അതായത് ഞാനും റബ്ബാണ്, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുന്നവനാണല്ലോ റബ്ബ്. അള്ളാഹ് ചെയ്യുന്ന പണി എനിക്കും കഴിയും എന്ന് ഇയാൾ പറയുന്നുണ്ട്. ആ കഥ പിന്നെ താഴത്തേക്ക് ബാക്കി വരുന്നുണ്ട്. അള്ളാഹു പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു വാദത്തോടു കൂടി ഇയാള് മുട്ടുമടക്കിയ കഥ, ഫബുഹിതല്ലദീ കഫർ, സൂര്യനെ അള്ളാഹു കിഴക്ക് ഉദിപ്പിക്കുന്നു, നിനക്കത് കഴിയെങ്കിൽ പടിഞ്ഞാറന്ന് കൊണ്ടുവരൂ എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തോടുകൂടി ഇയാൾക്ക് ഉത്തരം കൂട്ടിപ്പോയി എന്നാണ്. ഫബുഹിതല്ലദീ കഫർ, ആ നിഷേധിക്ക് വായടഞ്ഞു പോയിന്നാണ്. ഇയാളൊരിക്കൽ അള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ഗോപുരം ഉണ്ടാക്കി വെച്ചു എന്നാണ് ഖതാദ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതിൽ കാണാം. ഭൂമിയിൽ ആദ്യത്തെ മഹാ അഹങ്കാരിയായിരുന്നു ഇയാളെന്നാണ്. വഹുവ അവ്വലു മലിക്കിൻ തജബ്ബറ ഫിൽ അർളി, ഭൂമിയിൽ അപ്രമാദിത്യം നടിച്ച, ഭൂമിയിൽ അഹന്ത കാണിച്ച, സ്വേച്ഛാധിപത്യം കാണിച്ച, തനിക്ക് മുകളിൽ മറ്റാരില്ല എന്ന് പ്രഖ്യാപിച്ച ലോകത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് നമ്രൂദ് എന്നാണ്. അയാൾ ബാബിലോണിയിൽ ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കി, വലിയ എടുപ്പുണ്ടാക്കി. ആ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ട് അള്ളാഹ് ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കിയത്. അപ്പടി പിന്നെ ഫിറോൻ ചെയ്യുന്നുണ്ട്. ഈ നമ്രൂദിന്റെ അന്ത്യത്തെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 26-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഫഅതല്ലാഹു ബുൻയാനഹും മിനൽ ഖവാഇദി ഫഖറ അലൈഹിം അസ്സഖ്ഫു മിൻ ഫൗഖിഹിം, അയാൾ ഉണ്ടാക്കിയ കെട്ടിടത്തിന്റെ അടിയിൽപ്പെട്ട് അത് പൊളിഞ്ഞു വീണിട്ട് അയാൾ മരിച്ചതെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നതാണ്. കെട്ടിടം പൊളിഞ്ഞുകൊണ്ട് മരിച്ചു എന്നാ പറയാ. ചരിത്രകാരനും മുഫസ്സിറുമായ ഇബ്നു കസീറിന്റെ അഭിപ്രായത്തില് ഇയാളൊരിക്കൽ അള്ളാഹ്ടെ പടവെട്ടാൻ വേണ്ടി ഇറങ്ങിയെന്നാണ്. എന്നിട്ട് അള്ളാഹ് ഉണ്ടെങ്കിൽ അള്ളാഹിനെ ഒന്ന് കാണണം, അള്ളാഹ്ടെ പോരടിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു ഒരു പറ്റം ചെറു ജീവികളെ നിയോഗിച്ചു എന്നാണ്.
ഈ ചെറു ജീവികളിലൊന്നും ഇയാളുടെ ചെവിന്റെ ഉള്ളിലൂടെ തലക്കുള്ളിൽ കടന്നു. പിന്നെ അതിന്റെ കുത്തലും സഹിച്ചിട്ട് ഇയാൾ കാലങ്ങൾ ജീവിച്ചു എന്നാണ്. വല്ലാതെ തലയ്ക്ക് ചെവിയിലൊരു ഉറുമ്പ് പോയാലുള്ള പ്രയാസം നമുക്കറിയാമല്ലോ. അപ്പൊ അള്ളാഹു ശിക്ഷയായി അവതരിപ്പിച്ച ഈ ചെറു ജീവിയൊന്ന് ഇയാളുടെ തലക്കുള്ളിൽ കടന്നിട്ട് ഇതിന്റെ ബഹളം കാരണം ഇയാൾ ഇടക്കിടക്ക് ആളുകളോട് തലക്കിട്ട് അടിക്കാൻ പറയുമെന്നാണ്. നല്ല പട്ടിയ കഷ്ണം എടുത്തിട്ട് ഒരിക്കലാ അടിക്കാൻ അയാൾ ചത്തുപോയത്. ലോകത്ത് ഏറ്റവും വലിയ അഹങ്കാരം കാണിച്ചവനാണ്. അള്ളാഹുവിനെ വല്ലാതെ ധിക്കരിച്ച ഒരാൾക്ക് വന്ന ഗതികേട്. ഈ കഥയൊന്നും ഖുർആൻ ഹദീസിലും പറഞ്ഞ കഥയല്ല കേട്ടോ, ചരിത്രകാരന്മാരുടെ നിഗമനം. അയാൾ എങ്ങനെ ചത്തു എന്ന് ഖുർആൻ ഹദീസ് ചർച്ച ചെയ്യുന്നില്ല. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന സംഗതിയാണ്. ഫലസ്തീനികളെ വല്ലാതെ ഇടങ്ങേറാക്കി ഇസ്രായേലിന്റെ പഴയ പ്രസിഡന്റ് ഏരിയൽ ഷാരോൺ 8 വർഷം കോമയിൽ കിടന്നത്. നല്ല സുഖമാണല്ലോ കോമയിൽ 8 കൊല്ലം കിടക്കാൻ. നരകിച്ചിട്ട് പോയി എന്നുള്ളതാണ്. അള്ളാഹു കുറെ കഥകൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. വല്ലാതെ നകളിക്കുന്ന രാജാക്കന്മാരുടെ അന്ത്യം എന്തായിരിക്കുമെന്നത്. മറ്റൊരാളുടെ ഖുർആനിൽ ഫിറഔൻ സ്വയം റബ്ബാണെന്നും സ്വയം ദൈവമാണെന്നും ഒക്കെ അഹങ്കരിച്ചയാണ്. നമ്രൂദ് വാക്കാല് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നമ്രൂദ് പറഞ്ഞു എനിക്കും എനിക്കും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും എന്നൊക്കെ നമ്രൂദ് പറഞ്ഞെങ്കിൽ ഫിറഔൻ പച്ചക്ക് തന്നെ താനാണ് ഇലാഹ് എന്ന് പറയുന്നത്, താനാണ് ദൈവം. സൂറത്തുൻ നാസിയാത്തിൽ കാണാം ഫഖാല അന റബ്ബുകുമുൽ അഅല. ഫിറഔൻ പറയാണ് ഫഖാല അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ വലിയ പടച്ചോൻ. ചെറുതൊന്നുമല്ല, റബ്ബുകുമുൽ അഅല, നിങ്ങളുടെ വലിയ പടച്ചോൻ ഞാനാണ്. വിശുദ്ധ ഖുർആനിൽ വേറൊരു ആയത്തിൽ കാണാം, സൂറത്തുൽ ഖസസിലെ അള്ളാഹു കുറിച്ച് വിശദീകരിച്ചത് വേറൊരു സംഭവം പറയുന്നു. ഫിറഔന്റെ ദൈവമാണെന്ന് ഫിറഔൻ ഇപ്പൊ റബ്ബാണെന്ന്, പരിപാലകനാന്നുള്ള വാദമാണ് നമ്മൾ കണ്ടത്. വഖാല ഫിർഔനു യാ അയ്യുഹൽ മലഉ മാ അലിംതു ലകും മിൻ ഇലാഹിൻ ഗൈരി. ഫറോ പറയാണ് യാ അയ്യുഹൽ മലഉ, യാ മനുഷ്യരെ, യാ ജനങ്ങളെ, യാ കൂട്ടരെ, മാ അലിംതു ലകും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ വേറൊരു ദൈവമോ നിങ്ങൾക്കോ? ഞാനല്ലാതെ വേറൊരു ദൈവമോ നിങ്ങൾക്ക്? ഇനി അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഫൗഖിദിലിയ ഹമാനു, തന്റെ മന്ത്രിയായ ഹാമാനെ വിളിച്ചിട്ട് പറയുന്നു. നേരത്തെ നമ്രൂദ് പടച്ചോനെ കണ്ടെത്താൻ വേണ്ടി സർഹുണ്ടാക്കിയതുപോലെ, കൊട്ടാരം ഉണ്ടാക്കിയതുപോലെ ഇയാള് ഹാമാനെ വിളിച്ചിട്ട് പറയാണ്, ഹമാനെ ഫൗഖിദിലിയ ഹമാനു അലത്തീനി, കുറച്ച് കളിമണ്ണ് ചുട്ടെടുക്കുക, ഇഷ്ടിക ഉണ്ടാക്കുക. ഫജ്അൽനി സർഹൻ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, മൂസ പറയുന്ന ദൈവം ഉണ്ടോ എന്ന് ഞാൻ അതിൽ കയറിയത് നോക്കട്ടെ. ഉയരത്തിൽ ഇങ്ങനെ ഇടിപ്പുണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് മൂസ പറയുന്ന ദൈവം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. എന്റെ അഭിപ്രായം അനുസരിച്ചിട്ട് മൂസ പച്ച കള്ളമാണ് പറയുന്നത്. ഇയാൾ പറയാണ് എന്റെ അഭിപ്രായത്തില് മൂസ കള്ളം പറയാണ്. ഖുർആൻ പറയുന്നു ഇയാളും ഇയാളുടെ സൈന്യം ഒരു ന്യായമില്ലാതെയാണ് അഹന്ത കാണിക്കുന്നത്. അഹന്ത കാണിക്കാൻ എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? ബിഗൈരിൽ ഹഖ്. ചില ആൾക്കാർ ഇങ്ങനെ പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുമല്ലോ. പണം ഉണ്ടെങ്കിൽ ശരിയാണ്, നമുക്ക് വകവെച്ച് കൊടുക്കാം. അള്ളാഹ് പറയുന്നു ഒരു ന്യായം ഇല്ലാതെയാണ് ഇയാൾ താനാണ് റബ്ബെന്നും താനാണ് ദൈവമെന്നും എന്നൊക്കെ ഇയാൾ വാദിക്കുന്നത്. ഇയാൾ മാത്രമല്ല, ഇയാളുടെ ഈ അഹങ്കാരത്തിന്റെ കൂട്ടത്തിൽ ഇയാളുടെ സൈന്യം കൂടെ ചേർന്നതാണ്. അവരെന്താ ഭാവിച്ചെന്നറിയോ? നമ്മുടെ അടുക്കലേക്ക് ഇവരൊന്നും മടക്കപ്പെടുകയില്ല എന്നവർ വിചാരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അള്ള പിടിക്കും എന്നുള്ള വിചാരമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അഹന്തവല്ലാത്ത തലയിൽ കുത്തിക്കേറിയപ്പോഴത്തേക്കും അള്ളാഹിന്റെ അടുക്കലേക്ക് പോകണം എന്നുള്ള വിചാരമൊക്കെ പോയി. ദൈവം ഇല്ല, അള്ള ഇല്ല, വേറെ ദൈവം ഉണ്ടെങ്കിൽ അത് കാണട്ടെ. ആ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് ഇയാള് എടുപ്പുണ്ടാക്കുകയാണല്ലോ, മിനാരം കെട്ടുകയാണല്ലോ, അതിന്റെ മുകളിൽ കയറി നോക്കാൻ ശ്രമിക്കുകയാണല്ലോ. പിന്നെ ഉള്ള കഥ നമുക്കറിയാമല്ലോ. ഖുർആൻ തന്നെ ആ കഥ നമുക്ക് പലയിടത്ത് വിശദീകരിക്കുന്നുണ്ട്. അവനെയും അവന്റെ സൈന്യത്തെയും നാം ഒന്ന് പിടിച്ചു. എന്നിട്ടോ ഫനബദ്നാഹും ഫിൽ യമ്മി, നാം അവനെ നടുക്കടലിൽ ആഴ്ത്തിക്കളഞ്ഞു. കടലിൽ പിടിച്ചിട്ടു എന്നാ ഖുർആൻ പറഞ്ഞു. ലോകത്തുള്ള മുഴുവൻ ധിക്കാരികൾക്കും പാഠമായിട്ട് അല്ലാഹ് പറയുന്നു ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, ഇമ്മാതിരി നെറുകെട്ടവന്മാരുടെ അന്ത്യം എന്താണെന്ന് നോക്കിക്കാണൂ. ഫിറഔന്റെ കഥ, നമ്രൂദിന്റെ കഥ, ഫറോവയുടെ കഥ ഖുർആൻ പറഞ്ഞിട്ട് അള്ളാഹു സൂറത്ത് യൂനുസിലെ 92-ാമത്തെ അധ്യായത്തിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ധിക്കാരികൾക്കും പാഠമാകാൻ വേണ്ടി അവന്റെ മൃതശരീരം ബാക്കി വെച്ചു എന്നുള്ളതാണ്.
فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ. ഇന്നേ ദിനം നുനജ്ജീക ബിബദനിക, നിന്റെ ശരീരം നാം ബാക്കിയാക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് ഖുർആൻ പറയാണ്. നിന്റെ ശരീരത്തെ നാം ഇതാ ബാക്കി വെക്കുന്നു. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് ശേഷവും ലോകത്ത് കുറെ തെമ്മാടി രാജാക്കന്മാർ വരാനുണ്ടല്ലോ, കുറെ ഭരണാധികാരികൾ, അവർക്ക് പാഠമാകാൻ വേണ്ടിയിട്ട്. ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇതൊന്നും പഴങ്കഥകളല്ല കൂട്ടരെ, ഇതൊക്കെ ഖുർആൻ പച്ചക്ക് പറയുന്നു, ലോകം അംഗീകരിച്ചതുമാണ്. നിങ്ങൾക്ക് ഫിറോനെ കാണാൻ പോകാം, മ്യൂസിയത്തിലുണ്ട് സാധനം ഇപ്പോഴും ബാക്കി, കണ്ടെടുത്തിട്ടുണ്ടല്ലോ. റംസീസ് രണ്ടാമന്റെ മമ്മിയായിട്ടല്ലാത്ത മമ്മി, സാധാരണ ഈജിപ്തിലെ പഴയ രാജാക്കന്മാരുടെയൊക്കെ മമ്മികൾ ഇങ്ങനെ പ്രത്യേകമായി സുഗന്ധ വസ്തുക്കളൊക്കെ പൂശിയിട്ട് അങ്ങനെ അഴുകാതെ വെക്കലേ പതിവ്. ഇത് അങ്ങനെയല്ല, അങ്ങനെ തന്നെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതെ തന്നെ കടലിന്റെ അടുത്തിട്ട് നിന്ന് ഗവേഷകർ കണ്ടെത്തി പിന്നീടെടുത്ത് അത് പാഠമാക്കി അള്ളാഹു വച്ചതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഖുർആൻ പറയുന്നു വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. നമ്മുടെ ഈ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് ബഹുഭൂരിപക്ഷവും ഇപ്പോഴും അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാണല്ലോ. ഒരിതൊന്നും ചിന്തിക്കുക, ഇതൊന്നും പഠിക്കാതെ, ഇതൊന്നും കാണാതെ മനസ്സിലാക്കാതെ കൺമുമ്പിൽ ഇപ്പോഴും മ്യൂസിയത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ട് പോലും ഇവർക്കൊന്നും പാഠമാകുന്നില്ലല്ലോ ഇത്. മൂന്നാമത് വേറൊന്നിന്റെ കഥ ഖുർആൻ പറയുന്നത്, കഅബാലയം പൊളിച്ച് യമനിൽ കഅബാലയത്തിന് പകരം ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ആളുകളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി അങ്ങനെ ഉദ്ദേശത്തിൽ വന്ന അബ്രഹത്തിന്റെ കഥ ഖുർആനിലുണ്ട്. അതെക്കുറിച്ച് ഖുർആൻ അങ്ങനെ തന്നെ ഒരു അധ്യായമാക്കിയിട്ടുണ്ട് സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീല തർമീഹിം ബിഹജാറത്തിൻ മിൻ സിജീൽ. അവനെ നേരേക്ക് അല്ലാഹു അബാബിൽ പക്ഷികളെയാണ് അയച്ചത്. അബാബിൽ പക്ഷികളുടെ കൊക്കിൽ നിന്നും കാലുകളിൽ നിന്നും താഴത്തേക്ക് വീണ തീക്കനലുകളിൽ അവനും അവന്റെ ആനപ്പടയും ഖുർആൻ പറയുന്നത് കാലികൾ തിന്ന് ബാക്കിയാക്കിയ വൈക്കോല് പോലെയായി മാറിപ്പോയി എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ അന്ത്യം, ഈ പറഞ്ഞ മഹാധിക്കാരികളുടെയൊക്കെ അന്ത്യത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു വെക്കുന്നത് നേരിട്ടുള്ള ദൈവകോപം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള അന്ത്യമായിരുന്നു എന്നുള്ളതാണ്. നേരിട്ടുള്ള ദൈവകോപം ഏറ്റുവാങ്ങിക്കൊണ്ട് ഫറോ അങ്ങനെ ചത്തത്, നമ്രൂദ് അങ്ങനെയാ പോയത്, അബ്രഹത്ത് അങ്ങനെയാണ് തീർന്നത്. അങ്ങേയറ്റം നിന്ദ്യമായ നിലയിലുള്ള മർമ്മം. ഈ പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രകൃതിക്ഷോഭത്തേക്ക് അള്ളാന്റെ ദുരന്തമായിട്ട് മനസ്സിലാക്കാൻ പാടില്ല എന്ന് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ചിലത് കാണുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ അല്ലാന്നിങ്ങനെ വിശ്വസിക്കുക. ചിലതിന്റെ വരവ് എല്ലാം കേട്ടോ, എല്ലാം അതൊരു പരീക്ഷണമായിട്ട് സംഭവിക്കും, നമ്മളെല്ലാം ദുരന്തമാക്കില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ധിക്കാരികളെ കാത്തിരിക്കുന്നത് ഇമ്മാതിരിയുള്ള ശിക്ഷ എന്നുള്ളതാണ്. ലോകത്ത് വേറെ ചില കൊമ്പന്മാരുണ്ടായിരുന്നു, അവർക്ക് നേരിട്ടുള്ള ദൈവ കോപം അല്ല ഇറങ്ങിയത്, മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തില് ചില വലിയ ആളുകളൊക്കെ മരിച്ചത് ഒരു കുഫ്വത്തൊരു പോരാളിയെ പോലും പകരം കിട്ടാതെയാണ്. നേർക്കുനേരെയുള്ള ഫൈറ്റിൽ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടേ. ഉണ്ടല്ലോ, തരപ്പടിക്കാരനോട് തല്ല് പിടിച്ചിട്ട് തോറ്റാലുണ്ടല്ലോ ഒരു മര്യാദ എന്ന് പറഞ്ഞു, ഒരു മാന്യത എന്നുള്ളത് അല്ലേ. മോയിൻകുട്ടി വൈദ്യര ഭാഷ പറഞ്ഞ കുഫ്വത്വം കൂടെ കൂട്ടത്തിലില്ല. പിള്ളേരോട് പരാജയം സമ്മതിക്കേണ്ടി വന്ന വിജിഗീഷിക്കളായ രാജാക്കന്മാർ ലോകത്ത്, അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാർ, കൊമ്പന്മാര്. ഒരു ജാലൂത്തിന്റെ കഥയില്ലേ ഖുറാനില് സൂറത്തുൽ ബഖറ പറഞ്ഞു വെക്കുന്നത്. ഗോലിയാത്ത് എന്ന് പറഞ്ഞ് ബൈബിളിൽ പറയപ്പെട്ട ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള പോരാട്ടത്തില് ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ബൈബിൾ ഭാഷ്യത്തിൽ ദാവീദ്, ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള പോരാട്ടത്തില് ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഇയാൾ ചോദിച്ചു എന്നാണ്, നീ ഒരു ചെറിയ കുട്ടിയല്ലേ, നിനക്കെങ്ങനെയാ എന്നോട് യുദ്ധം ചെയ്യാനാവും? ഇയാൾ വല്ലാത്തൊരു ഭീമാകാരനായ മനുഷ്യനാണ് ഈ ജാലൂത്ത് എന്നാണ്. അതിനു മുമ്പിൽ അതുവരെയും മാടിനെ മേച്ച് നടന്നിരുന്ന ആട്ടിടയനായ ഒരു ഇടയ ബാലനായ ദാവൂദ് അലൈഹി സ്വലാത്തു, അന്ന് നബി ആയിട്ടില്ല, 17 വയസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. 17 വയസ്സ്. നമ്മുടെയൊക്കെ പിള്ളേരിങ്ങനെ +2 ക്ലാസ്സിൽ പോകുന്ന കാലം, ഓരോ വലിപ്പം അറിയാമല്ലോ. നീ ഒരു ചെറിയ കുട്ടിയല്ലേ, നിനക്കെങ്ങനെ എന്നോട് യുദ്ധം ചെയ്യാനാകും? 17കാരനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്, ഞാൻ നിന്നെ കൊല്ലും. ഇതെന്താ ഉള്ളത്? ഒരു കവണയും അതിലൊരു കല്ലും. കൊല്ലുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, ഖുർആൻ തന്നെ അത് പറഞ്ഞു. വഖതല ദാവൂദ് ജാലൂത.
ദാവൂദുണ്ട് ജാലൂത്തിനെ കൊന്നു. കഥ കഴിഞ്ഞു. അതോടെ ഈ ഭീമാകാരം മനുഷ്യനെ ഈ പയ്യനാണ് നേരിട്ട് കൊന്നത് പോരാട്ടത്തിൽ. മാന്യമായൊരു മരണം പോലും അയാൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അയാൾക്ക് ഒരു തരപ്പടി കൊടുത്തിട്ട് അയാൾ തോക്കുന്നതെങ്കിൽ. ഇസ്ലാമിൽ വേറൊരാളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറഔൻ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ ഫറോവ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പകരം ഏൽപ്പിച്ചു കൊടുത്ത ഫറോവ റംസീസ് ആണെങ്കിൽ എന്റെ സമൂഹത്തിലേക്ക് വന്നൊരു ഫറോവ എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞ അബൂജഹലിനെ കുറിച്ചിട്ടുണ്ട്. 2 ചെറിയ അൻസാരി കുട്ടികളുടെ കൈ കൊണ്ട് ഇയാള് ചത്തത്. ബദർ യുദ്ധത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിയതാണ്. 2 അൻസാരി പിള്ളേര്. പ്രായത്തെന്നറിയോ? 2 പ്രായം 13 വയസ്സ്. പോരാട്ടത്തിൽ വരണ്ടാന്ന് പറഞ്ഞ് റസൂല് മാറ്റി നിർത്തിയതാ പിള്ളേരെ. നിങ്ങൾ പിള്ളേരൊക്കെ മാറിന്നോളി. ബദറിന്റെ അണി ഇങ്ങനെ ശരിയാക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കുട്ടികളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടോണ്ടിരിക്കുകയാണ്. പ്രായമായ മുതിർന്നവർ മതി യുദ്ധത്തിന്, കുട്ടികളിയല്ല ഇതുകൊണ്ട് പിള്ളേരൊക്കെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് റസൂൽ ഇങ്ങനെ വിട്ടു. കൂട്ടത്തിൽ ചില സഹാബി കുട്ടികളെ കണ്ട് കാലിന്റെ പെരുപെരലൂന്ന് ഇങ്ങനെ നിൽക്കുന്നു, പൊക്കം കൂട്ടിയിട്ട്. വലിയ ആളാന്ന് റസൂല് കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് റസൂൽ അവരെ കൈയോടെ ചിലരെ പിടിച്ചിട്ട് തിരിച്ചു വിടുന്നുണ്ട്. ചിലങ്ങനെ റസൂലിന്റെ കയ്യും കാലും പിടിച്ചിട്ടുണ്ട്. രക്തസാക്ഷിയാകാനുള്ള ഞങ്ങളുടെ മോഹം എങ്ങനെയാ നബി അങ്ങ് തള്ളിക്കളയുക, ഞങ്ങളും വന്നോട്ടെ. അങ്ങനെയൊക്കെ കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഈ 2 ആൾക്കാർ വന്നതാ. അഫ്രാന്റെ 2 മക്കൾ, 13കാരന്മാർ 2 പേര്. 13 എന്ന് പറഞ്ഞ ഏകദേശ ധാരണയാ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വരുമ്പോഴത്തേക്കും ഇവർക്ക് 8 വയസ്സാ പ്രായം. അവരന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. അപ്പൊ ഏറെക്കുറെ 5 കൊല്ലം കഴിഞ്ഞ് ബദർ യുദ്ധം സംഭവിക്കുമ്പോഴത്തേക്ക് ഇവർക്കും 13 വയസ്സേ ഉണ്ടാവുള്ളൂ അല്ലെ. ഞാനിതൊക്കെ എന്തിനാ പറയുന്നറിയോ? ഇന്നലെ എന്നൊക്കെ നമ്മൾ പ്രസ്താവന കാണുന്നുണ്ട്. മരുമകന് റിസോർട്ട് പണിയാൻ വേണ്ടി ഗസ്ത ഒഴിപ്പിക്കുമെന്ന് പുതിയ ഫറോവ. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ അവിഹിത സന്താനമായ ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് മൊത്തം തന്റെ വ്യാമോഹം ഇയാൾ പറയാണ്. ആ നാടൻ ഒഴിപ്പിക്കും. ഇവരെങ്ങോട്ടാണെ പോയിക്കോട്ടെ, ഈജിപ്തിലേക്കോ സിറിയയിലേക്കോ വേറെ എവിടെയെങ്കിലും പോയി കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ അതിമനോഹരമായ ഒരു പ്രദേശമാക്കാൻ പോവാണ്. പിന്നെ ഫലസ്തീനിലേക്ക് പ്രവേശനം ഇന്നത്തെ തണുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നല്ല ഞങ്ങളുടെ പ്രസിഡന്റ് ഉദ്ദേശിച്ചത് അവിടെ ഒക്കെ താമസിക്കാൻ പറ്റുന്ന കോലത്തിലാക്കി കൊടുക്കാൻ വേണ്ടി എന്നുള്ളതാണ്. ഈ പ്രഖ്യാപനം കണ്ടപ്പോഴത്തേക്കും ചെല്ലൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ടാവും അല്ലെ. അവിശ്വാസികളായ ഇമ്മാതിരി ആളുകളുടെ ഭൂമിയിലുള്ള ഇളകിമറിക്കൽ കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവേണ്ട. മതാഉൻ ഖലീൽ, കുറച്ചു നേരത്തെ വേള ഉണ്ടാവുള്ളൂ. മതാഉൻ ഖലീൽ, കുറഞ്ഞ ആസ്വാദനമേ അവർക്ക് ഭൂമിയിൽ അല്ലാഹു വിധിച്ചിട്ടുള്ളൂ. തുമ്മ മഅവാഹും ജഹന്നം വബിഇസൽ മിഹാദ്, അവരെ കാത്തിരിക്കുന്നത് നരകമാണ്. വബിഇസൽ മിഹാദ്, അതെത്ര മോശം സങ്കേതമാണ്. ഭൂമിയിൽ ഇമാതിരിയുള്ള ആളുകളുടെ ബഹളം കണ്ട് നമ്മൾ പേടിക്കാൻ നിൽക്കണ്ട. നടേ പറഞ്ഞ ദൈവധിക്കാരികളുടേത് പോലുള്ളൊരു പതനം ഇയാളെയും കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അത് ഖുർആൻ നമുക്ക് കിട്ടാനുള്ളൊരു പാടാണ്, വായിച്ചു പഠിക്കുന്നെങ്കിൽ. അവർ ഫറോവയ്ക്ക് ചെങ്കടലായിരുന്നെങ്കിൽ ട്രംപിന് മെഡിറ്ററേനിയൻ കടലായിരിക്കുമെന്ന് വ്യത്യാസം വരാനുള്ളൂ മാത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ നിന്ന് ഇയാൾ പാഠം പഠിച്ച് ഇയാൾ പിന്നോട്ട് പോകുന്നെങ്കിൽ അയാളുടെ ജീവിതത്തിന് കൊള്ളാം. അല്ലെങ്കിൽ അള്ളാഹുവിന്റേതായ തീരുമാനങ്ങളെ പടച്ചവൻ നടപ്പിലാക്കും. അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഖുർആനില്. അവലം യസീറു ഫിൽ അർളി, ഭൂമിയിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കൂടെ. ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്കൊക്കെ മുമ്പ് ഈ ഭൂമിയിലുണ്ടായിരുന്ന ആളുകളുടെ അന്ത്യം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് നോക്കിക്കാണാമായിരുന്നില്ലേ. വകാനു അശദ്ദ മിൻഹും ഖുവ്വ, ഇതിനേക്കാൾ ശക്തിയുള്ളവരായിരുന്നു അവരൊക്കെയും. ഇക്കാണുന്ന അമേരിക്കയുടെ ശക്തിയൊന്നും അല്ല കൂട്ടരെ ശക്തി എന്നുള്ളത്. ആദ്യ സമൂഹത്തിന്റെയും സമൂഹത്തിന്റെയൊക്കെ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഭീമാകാരന്മാരായ മനുഷ്യർ വെറും കൈകൊണ്ട മലകളൊക്കെ ഇങ്ങനെ തോണ്ടിയെടുത്തുകൊണ്ടിരുന്നത്. കാരിരുമ്പിന്റെ കരുത്തുള്ള കൈകൾ ഉണ്ടായിരുന്ന ആളുകൾ. അവരോടൊക്കെ പ്രവാചകന്മാര് പറഞ്ഞില്ലേ, നിങ്ങൾ വല്ലാതെ ബഹളം കൂട്ടണ്ട, പ്രശ്നമാകും. എന്തു വന്നാലും കുഴപ്പമില്ല, ഞങ്ങളിങ്ങനെ ഉറച്ചു നിൽക്കും, മല നിൽക്കുന്ന പോലെ. ഒരു കാറ്റങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്ക് ഖുർആൻ പറയുന്നത് ഈന്തപ്പനത്തടി മറിഞ്ഞു വീണവരൊക്കെ താഴെ പോയി എന്നുള്ളതാണ്. ഇതേ ഉള്ളൂ. ഇതിനേക്കാളൊക്കെ ആദ്യ സമൂഹത്തെ വെച്ചിട്ട് ഖുർആൻ പറയുന്നത് അങ്ങനത്തെ ഒരു സമൂഹത്തെ ലോകത്ത് ഇതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത്രയും ശക്തി ഉണ്ടായിരുന്ന ആളുകൾ. ചില ഗവേഷകരൊക്കെ പറയുന്നു ടെക്നോളജി പോലും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അറിയില്ല, ചില നിഗമനങ്ങളാണ്.
ടെക്നോളജി പോലും അവർക്കുണ്ടായിരുന്നു. കാരണം ഖുർആന്റെ വാക്കതാണല്ലോ, ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഒരു നാട്ടിലും അതുപോലത്തെ ഒരു സ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അതാ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. വകാനു അശദ്ദ മിൻഹും ഖുവ്വ, ഇവരെക്കാളൊക്കെ ശക്തിയുള്ള ആളുകൾ ലോകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് വമാ കാനല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ പടച്ചതമ്പുരാനെ അതിജയിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടാവില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ, അല്ലാഹുവിനാണ് എല്ലാം അറിയാവുന്നത്, അല്ലാഹുവിനാണ് എല്ലാം കണക്കാക്കാനും കഴിവുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ആളുകൾക്ക്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഒന്നുകിൽ ഫറോവയുടെ അന്ത്യം പോലെയുള്ള ഒരു അന്ത്യമാണ് അവരെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫലസ്തീനിലെ ചെറുപ്പക്കാർ ദാവൂദിന്റെ കല്ലും കവണയുമായി കാത്തിരിക്കുന്നുണ്ടാവും. മുആദിന്റെയും മുഅവ്വിദിന്റെയും പിന്മുറക്കാർ കാലേ കൂട്ടി ഇപ്പോ തന്നെ അവിടെ അണിനിരന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇന്തിഫാദ മുതൽ തൂഫാനുൽ അഖ്സ വരെയും അവരവിടെ തെരുവുകളിൽ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ്. മക്കൾക്ക് മുലപ്പാലിലൂടെ പോരാട്ടത്തിന്റെ വീര്യം പകർന്നു കൊടുത്ത അഫ്റാഇന്റെ പിൻഗാമികളായ മാതാക്കൾ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ ഉള്ളത് കൊണ്ട് ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് തുടരും. ജൂതൻ മാത്രമല്ല, ജൂതന്റെ പിണിയാളരും തൊറ്റുമടങ്ങുന്നതുവരെ അത് കാണാനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റിയ സംഗതി. അള്ളാഹു തൗഫീക്ക് നൽകുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക തഖ്വ ജീവിതത്തിൽ ഏറ്റവും വലിയ കൈമുതലായി കൊണ്ട് നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ബലം എന്നുള്ളത് ഈമാനിന്റെ ബലമാണ്. ആൾക്കൂട്ടങ്ങളും ആയുധങ്ങളും കൊണ്ടൊന്നും ഒന്നും നേടാനാവില്ല. ആൾക്കൂട്ടവും ആയുധവും കൊണ്ടൊക്കെ വല്ലതും നേടാൻ കഴിയുമായിരുന്നെങ്കിൽ 1948 ഈജിപ്റ്റ്, സൗദി അറേബ്യ, സിറിയ, ലബനാൻ, ജോർദാൻ, ഇറാഖ്, ഇത്രയും രാജ്യങ്ങൾ ഒന്നിച്ചാണ് ഇസ്രായേലിനെതിരെ അണിനിരുന്നത്. ആ പോരാട്ടം ജയിച്ചില്ലല്ലോ, അമ്പെ പരാജയപ്പെട്ടു. ഇസ്രായേൽ രാഷ്ട്രം മുട്ടിലഴിഞ്ഞു തുടങ്ങുന്ന കാലത്ത് ഈ പറഞ്ഞ 6-7 അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടിയിട്ട് അവർ സുന്ദരമായി ജയിച്ചുപോയി. എന്താ കാരണം വെച്ചാല് ഏത് പോരാട്ടമാണെങ്കിലും എന്താണെങ്കിലും ഭൗതിക താല്പര്യം എവിടെയും കടന്നു വരുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ആ കൂട്ടായ്മയൊക്കെ ഒരു അറബ് ദേശീയ ബോധത്തിന്റെ പേരിലുള്ള ഒരു കൂട്ടായ്മയായിരുന്നു എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ ഭൂമിക വീണ്ടെടുക്കാൻ വേണ്ടി ഇറങ്ങിയ കുറച്ച് അറബ് ദേശീയത തലക്ക് പിടിച്ച കുറെ ആളുകൾ 1973 യുദ്ധം ഇങ്ങനെ തന്നെ പരാജയപ്പെട്ടു പോയിരുന്നതാണ്. ഏത് പോരാട്ടവും അതിജയിക്കണമെങ്കിൽ പോരാളികളുടെ മനസ്സിലുണ്ടാകേണ്ടത് ഈ അലാവ് കലിമത്തില്ല, അള്ളാന്റെ കലിമത്ത് ഉയർത്തുക എന്നുള്ള പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള ഇറക്കായിരിക്കണം എന്നുള്ളതാണ്. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനിർ റജുൽ യുഖാതിലു ഷജാ, ഒരാള് പോരടിക്കുന്നത് അയാള് നല്ല ധീരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വയുഖാതുലു ഹമിയ, മറ്റൊരാള് അയാളുടെ ഒരു വർഗബോധത്തിന്റെ പേരിൽ നിന്ന് പോരാടുകയാണ്. അറബികളാണ് അല്ലെ, നമ്മൾ ഇന്ത്യക്കാരാണെന്നൊക്കെ പറയുന്നത് ആ ഒരു നിലക്കുള്ള പോരാട്ടമാണ്. ഇസ്ലാമിന്റെ മുന്നണി എന്നിട്ടാണ്, ഇസ്ലാമിന്റെ മുന്നണിയിൽ നിന്നിട്ട് തന്റെ ധീരത കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ തന്റെ വംശബോധത്തിന് വേണ്ടി വയുഖാതുലു റിയാ, മറ്റെന്തെങ്കിലും ലോകമാന്യതയ്ക്ക് വേണ്ടിയൊക്കെ പോരാടുന്നു. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പോരാടി കഴിഞ്ഞാൽ അയ്യോ ദാലിക ഫീ സബീലില്ലാഹ്, റസൂലേ ഇങ്ങനെയുള്ള പോരാട്ടമൊക്കെ അള്ളാന്റെ മാർഗത്തിലുള്ള പോരാട്ടമായിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹിൽ ഉൽയ, അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഔന്നത്യത്തിനു വേണ്ടി ആരാണോ പോരാടുന്നത് ഫഹുവ ഫീ സബീലില്ലാഹ്, അവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളത്. ഈമാൻ കൈമുതലാക്കി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. പാപങ്ങളെ സമ്പൂർണമായി മാറ്റിവെച്ച് ജീവിക്കണം എന്നതാണ്.
ആ ഒരു ജീവിതം നമുക്കും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജയിക്കാൻ കഴിയുക. അടർക്കളത്തില് ശത്രുവിനെതിരെ പോരാടുന്ന പോരാളി പോലും ഈമാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, തഖ്വ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, പടച്ചതമ്പുരാന്റെ സഹായം തനിക്ക് കിട്ടുമെന്നുള്ള ആ ബോധം അവന് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ പരാജയത്തിലേക്ക് പോകുള്ളൂ. അത്തരത്തിലുള്ള സകലത്തും പരാജയപ്പെടുമെന്നത് മനസ്സിലാക്കി ലോകം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അത് കൈമുതലാക്കണം. അടർക്കളത്തിലല്ല എങ്കിലും നമ്മളും മറ്റൊരു അടർക്കളത്തിലാണ്, പിശാചിനോടുള്ള പോരാട്ടത്തിന്റെ അടർക്കളത്തിൽ, നമ്മുടെ നഫ്സിന്റെ ഇച്ഛകളോടുള്ള പോരാട്ടത്തിന്റെ അടർക്കളത്തിൽ, ഭൗതിക മോഹത്തോടുള്ള താല്പര്യത്തിന്റെ അടർക്കളത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതിൽ ജയിക്കണമെങ്കിൽ അതിശക്തമായ ഈമാൻ ഉണ്ടാവണം, തഖ്വയുണ്ടാവണം, പടച്ച തമ്പുരാനിൽ പ്രതീക്ഷയുണ്ടാവണം, തവക്കുലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെയൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ച് പെരുമാറാകട്ടെ. അല്ലാഹു ശഅബാനിൽ ബറക്കത്ത് നൽകുകയും റമളാനിലേക്ക് നാഥൻ നമ്മളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗത്തിന്റെ പേരിൽ രോഗം മാറുവാനായി വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, രോഗം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ രോഗികൾക്കും അല്ലാഹു രോഗത്തിന് ശമനം നൽകുമാറാകട്ടെ, പ്രയാസങ്ങളെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മറ്റെല്ലാ തരത്തിലും ബുദ്ധിമുട്ടുന്ന പലരും നമുക്കിടയിലുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളെയും ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവേ, നീ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹു. അല്ലാഹുവേ, വരുന്ന ദിനരാത്രങ്ങൾ നിന്റെ തൃപ്തിയിൽ കഴിച്ചുകൂട്ടാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹു. വിശുദ്ധ റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹുവേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.